ഹിയറിംഗിന് വെച്ചിരിക്കുകയാണ് നവംബർ 19. പ്രമാദമായ ഡ്രാഫ്റ്റ് കേസ് ഗണപതിയെ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അതിന്റെ നൂലാമാലകൾക്കിടയിൽ ഈ പെറ്റി കേസ് ആര് ശ്രദ്ധിക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പെറ്റി കേസല്ല വക്കീലേ. പ്ലീസ് എന്നെ വക്കീലേ എന്ന് വിളിക്കരുത്. കുറച്ചുകൂടെ സ്വാതന്ത്ര്യമെടുക്കാം. രാമകൃഷ്ണൻ എന്ന് വിളിക്കാം. ഇവിടം കൊണ്ട് അനുകൂലമായൊരു വിധി കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ മരിക്കുകയാണ് നല്ലത്. ഇമോഷണൽ ആവാതിരിക്കും. ഇന്ത്യൻ പീനൽ കോഡിന്റെ എവരി നൂക്ക് ആൻഡ് കോർണർ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഐ വിൽ സെൻഡ് ശിവരാമൻ ബിഹൈൻഡ് ദ ബാർസ്. ഐ സ്വെയർ ഐ വിൽ ഡു ദാറ്റ്. ശിവരാമൻ കുത്തുപാള എടുക്കണം. എടുപ്പിക്കാം. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസ് കൂടിയാണല്ലോ ഇത്. എവിടെ മകളെവിടെ? കേസിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. അവർക്കൊരു സന്തോഷാവട്ടെ. അവൾ സ്കൂളിൽ നിന്ന് വരാൻ സമയമാവുന്നതേ ഉള്ളൂ. സാരമില്ല, വരട്ടെ. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്. ദിവസേന വരാം. കേസ് വിശദമായി പഠിപ്പിക്കാം. അത് ബുദ്ധിമുട്ടാവില്ലേ? വക്കീൽ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ വരാം. വക്കീലല്ല, രാമകൃഷ്ണൻ. എന്റെ നാവിന്ന് അങ്ങനെ വരും. അത് മാറ്റണം. ശ്രമിച്ചാ പോരാ, ശീലിക്കണം. മിസ്റ്റർ കൃഷ്ണൻകുട്ടിനാർക്ക് ഒരു മകളല്ലേ ഉള്ളൂ? അതെ. ഇനി കാര്യം മനസ്സിലായില്ല. ബാലഗോപാലൻ ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ മകനായിരിക്കും അല്ലേ? ആരാ? ഇത് ഹൈക്കോടതിയിൽ ഗണപതിയുടെ കൂടെയുള്ള. മനസ്സിലായി. പക്ഷേ എനിക്ക് മനസ്സിലായില്ല. ഞാനിവിടുത്തെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഇതാ ഐ ആം അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടല്ലോ. എന്താ ഇവിടെ? ഇന്നലത്തെ പരിചയപ്പെടൽ പൂർണ്ണമായില്ല എന്നൊരു തോന്നൽ. മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇവിടെ എന്ത് ശമ്പളം കിട്ടും? അത് എന്താ കാര്യം? ശമ്പളം എത്രയെന്ന് പറയൂ. തുച്ഛമായ എമൗണ്ട് ആയതുകൊണ്ട് പറയാനുള്ള മടിയാണോ? എന്റെ ശമ്പളക്കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ട് എന്ത് കാര്യം? മാത്രമല്ല വേറൊരാളുടെ ശമ്പളത്തെ പറ്റി ചോദിക്കുന്നത് ഒരു നല്ല പരിപാടിയല്ല. നിങ്ങൾ ധാരാളം ശമ്പളം വാങ്ങുന്ന ആളാണെന്നുള്ള ഒരു ധാരണ മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർക്കുണ്ട്. സ്ഥിതിഗതികൾ കണ്ടപ്പോ അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അയാളുടെ മകളുമായിട്ട് എന്താണ് പ്രശ്നം? നിങ്ങളുടെ ഈ വിസ്തരിക്കലിന്റെ ഉദ്ദേശം എന്താ? ഇത് കോടതിയൊന്നുമല്ല. കോടതി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും സംയമനം പാലിക്കുന്നത്. കോടതി ആയിരുന്നെങ്കിൽ എങ്കിൽ ആദ്യത്തെ ക്രോസിംഗിൽ തന്നെ അനുകൂലമായൊരു വിധി ഞാൻ നേടിയെടുത്തേനെ. ശരി, എനിക്ക് ജോലിയുണ്ട്. ഇതിനേക്കാൾ വലിയ ജോലി മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മിസ്റ്റർ ബാലഗോപാലൻ, ഞാൻ തുറന്നു പറയുകയാണ്, അനിതയെ എനിക്കിഷ്ടമാണ്. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള എത്രയോ പെൺകുട്ടികൾക്കില്ലാത്ത ഒരു പ്രത്യേകത അനിതയ്ക്കുള്ളതായി എനിക്ക് തോന്നുന്നു. തോന്നണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ എന്നോട് തന്നെ പറയുന്നത്. അനിതയുടെ നല്ല ഭാവിക്ക് നിങ്ങളൊരു വിലങ്ങ് തടിയാവരുത്. നിങ്ങൾ അനിത രക്ഷകനോ? ഒന്ന് പോയാ മിസ്റ്റർ, എനിക്ക് ജോലിയുണ്ട്. മിസ്റ്റർ ബാലഗോപാലൻ, നിങ്ങൾ പോയേ. ചേട്ടാ, ബാലല്ലേ? ഇല്ല, ഇപ്പൊ വരും. ഇരിക്കൂ. വൈകുന്നേരം അത്യാവശ്യമായിട്ട് കാണണമെന്ന് ഫോൺ ചെയ്തിരുന്നു. ദേവിക്കറിയോ എന്തെങ്കിലും പ്രശ്നങ്ങളല്ലോ ഉണ്ടോ? ഒക്കെ പ്രശ്നങ്ങളാണല്ലോ. ദേ, ഞാൻ തന്നെ ഒരു വലിയ പ്രശ്നമല്ലേ. കുടിക്കാൻ എന്താ വേണ്ടത്? ബാലൻ വന്നിട്ട് പറയാം. ദേവി SSLC കഴിഞ്ഞിട്ട് നിർത്തിയല്ലേ? അതെ. എന്താ കൂടുതൽ പഠിക്കാഞ്ഞേ? പഠിക്കാൻ ബുദ്ധി വേണ്ടേ? 3ാമത്തെ തവണയാ SSLC തന്നെ ജയിച്ചത്. ചേച്ചിയും കുട്ടികളും എവിടെ? ചന്ദ്രേട്ടൻ വന്നിരുന്നു. എല്ലാരും കൂടെ സിനിമയ്ക്ക് പോയി. ദേവിക്ക് സിനിമ ഇഷ്ടല്ലേ? ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ എന്നെ വിളിച്ചില്ല. പിന്നെ എനിക്കെന്താ പുതിയ കല്യാണാലോചനയൊന്നും കൊണ്ടുവരാത്തെ? നീ കൊറേ നേരം വന്നിട്ട്. നീ എവിടെ ആയിരുന്നടാ? നീ വന്നേ, ഇരിക്കേ. എടാ ദയവ് ഇത് നീ ഇപ്പൊ എന്നെ വഴക്ക് പറയരുത്. വളരെ അത്യാവശ്യം. എവിടുന്നെങ്കിലും ഒരു 10,000 രൂപ സംഘടിക്കാൻ പറ്റൂ? 10,000 രൂപ? നാളെ കാലത്ത് 10 മണിക്ക് മുമ്പ് വേണം. എന്തു പറ്റി? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. 8 സെന്റ് പണയം വെച്ചിരിക്കായിരുന്നു. എന്തിന്?
അതൊന്നും എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. വല്ല വഴിയുണ്ടോടാ? എന്താ ബാലയെ പറയുന്നത്? എന്റെ പെങ്ങളുടെ അഡ്മിഷൻ ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി പരിചയക്കാരോടുള്ള 5ഉം 10ഉം വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ എവിടെ നിന്ന് കിട്ടാനാ? അത് നാളെ കാലത്ത് 10 മണിക്ക് മുൻപ്. ഒരു കമ്പനിക്കാരൻ എന്നെ ചതിക്കായിരുന്നു അറൻകുട്ടി. ഒരാഴ്ചത്തെ അവധി ഞാൻ എടുത്ത് കെഞ്ചി നോക്കി. പക്ഷേ 10,40,000 രൂപയുടെ സ്ഥലമല്ലടാ. ഞാൻ ഇനി എങ്ങനെ അവിടെ വീട് വയ്ക്കും? എന്തൊക്കെ വിട്ടിട്ടോ ബാല നീ ചെയ്യുന്നത്? ഈ അവസാന നിമിഷത്തിൽ എവിടെ പോയി കാശുണ്ടാക്കും? പോട്ടല്ലേ? അല്ലാതെ നോക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റല്ലേ? ബാല, പോകാൻ നേരത്തെ എന്തൊരു ഉത്സാഹമായിരുന്നു. ഇപ്പൊ മോന്ത കണ്ടില്ലേ? നടക്കിങ്ങോട്ട്. ഫുൾ ടിക്കറ്റ് എടുക്കുകയും ചെയ്ത് ഉറങ്ങുകയും ചെയ്തു. പോയി അങ്ങോട്ട്. അതെ, ഇനി ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇതാര്? നാരായണൻകുട്ടിയോ? ഇപ്പൊ ഒന്നുള്ളൂ. ഞങ്ങള് ഒരു സിനിമ കാണാൻ പോയിരുന്നു, പ്രേമ സാമ്രാജ്യം. കണ്ടോണ്ടിരിക്ക. ലാസ്റ്റ് നായിക്ക് ക്യാൻസർ വരിക. അത് ഗംഭീരമുണ്ട്. സ്റ്റണ്ട് ഞാൻ വിചാരിച്ച അത്ര നന്നായില്ല, എന്നാലും ഒപ്പിച്ചിട്ടുണ്ട്. വല്ലാതെ വിശക്കണ്. ഊണിരിക്കട്ടെ, ഉണ്ണണം വേണ്ട? ഓ തൊഴിലാളി സമരം സിന്ദാബാദ്. തൊഴിലാളികളുടെ ചോര കുടിച്ച് പതിച്ചു നിവർക്കും മുതലാളി. കാലം മാറി, കോലം മാറി. തൊഴിലാളി ഇന്ന് ഒറ്റയ്ക്കല്ല. സിന്ദാബാദ്. മരണം വരെയും സമരം ചെയ്യും. അവകാശങ്ങൾ നേടിയെടുക്കും. തല്ലാൻ വന്നാൽ കൊല്ലാൻ വന്നാൽ കയ്യും കെട്ടി ഇരിക്കൂല. 1500 രൂപ കലക്ഷൻ കിട്ടുന്ന റൂട്ടാണ്. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ ഒന്ന് കെഞ്ചി. അല്ല, ഞാൻ അറിയാൻ ചോദിക്കാം, ഈ സ്വത്ത് എന്തിനു വേണ്ടി ലഭിച്ചത്? ഇവിടെ കല്യാണം കഴിക്കണം, അതിന് ചാവടികൾ നടത്താൻ. ഇങ്ങനെ കാട്ടിന് വലിയ കാര്യമൊന്നുമില്ല. കുടുംബസ്നേഹം ഇല്ലാത്തവരെ പറ്റി വെറുതെ സംസാരിക്കുന്ന എന്തിനാ ചന്ദ്രേട്ടാ? മുത്തശ്ശിയാണോ ഇവിടുത്തെ ഗൃഹസ്ഥ, അതോ വേറെ വല്ലവരും? മുത്തശ്ശിയുടെ ഒരു വാക്കാവൻ ചോദിച്ചോ ഈ സ്വത്ത് വിൽക്കുന്ന സമയത്ത്? ആ സ്വത്ത് പണം വെച്ച് എനിക്ക് കുറച്ച് കാശ് തന്നിരുന്നെങ്കിൽ അവന്റെ പെങ്ങളും കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടു പോയി. അറിയോ? എന്നോട് ആരും ഒന്നും ചോദിക്കാറില്ല ചന്ദ്ര. ചോദിക്കുക മാത്രമല്ല, പറയും ചെയ്യില്ല. മുത്തശ്ശിക്ക് അറിയോ, അവന്റെ ഫാക്ടറിയിലെ സ്ട്രൈക്ക് നടത്തുക, അടുത്ത അവന്റെ ജോലിയും പോവും. മുത്തശ്ശി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് രാമ 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 ജപിച്ചോണ്ടിരുന്നാ മതി. എന്താ എന്താ ഇവിടെ? എടോ ബാല, നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറയുന്നതിനാണല്ലോ ഞാൻ ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. നീ നിന്റെ ചേച്ചിക്ക് എത്ര പവന്റെ ആഭരണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? എടോ, നീ ഒരു സാരി അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങൾ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചന്ദ്രേട്ടാ, നിങ്ങൾ അവനോട് സംസാരിക്കണ്ട. അല്ല, സംസാരിക്കട്ടെ. ഭാര്യയും കുട്ടികളെയും പോറ്റാൻ കഴിവില്ലാത്തവൻ കല്യാണം കഴിക്കാൻ പോകരുത്. മുത്തശ്ശി അവിടെ ചുമ്മാരിക്കണം. നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ സ്വർണവും സാരിയും. നിങ്ങൾ എത്ര പവന്റെ സ്വർണവും സാരിയും ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. തറവാട്ടിലൊരു മുതല് കൈമാറ്റം ചെയ്യുമ്പോ അതിന്റെ അവകാശങ്ങൾ അറിയണ്ടേ? ഏത് മുതല്? ആര് കൈമാറ്റം ചെയ്തു എന്നാ പറയുന്നത്? അതെയോ, പൊട്ടം കളിക്കരുത് കേട്ടോ. നീ 8 സെന്റ് വെച്ചില്ലേ നിന്റെ ഇഷ്ടത്തിന്? ഓഹോ, അതാണോ കാര്യം? അത് തന്നെ. ഞാൻ കടം വാങ്ങിച്ചു അധ്വാനിച്ചു ഉണ്ടാക്കിയ സ്ഥലം വിൽക്കാൻ എനിക്ക് ആരോടും ചോദിക്കണ്ട. മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? അന്തസ്. അത് നിങ്ങൾക്കില്ല. ആണെങ്കാ ഉള്ളത്. പിള്ളേരെ പുസ്തകങ്ങളൊക്കെ
ബാഗൊക്കെ എടുത്തോണം. പോവാ. അമ്മ നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്. അപ്പൊ ഇത് നമ്മുടെ വീടല്ലേ? അയ്യ, ഇത് നമ്മുടെ വീട്ടിൽ ഒരു ഒറ്റ വീക്കം കയറും. പറയുന്ന അനുസരിച്ചാ മതി. ബാഗൊക്കെ എടുത്തോട്ടെ. നീ കൂടെ ഇറങ്ങി വരുന്നുണ്ടോ? ഒന്ന് ക്ഷമിച്ചൂടെ എന്റെ ചന്ദ്ര? ഇനി വൈകി മുത്തച്ഛി, ഒരു അടിയനോട് പറഞ്ഞ വർത്തമാനം അവൻ എന്നോട് പറഞ്ഞത്. ഒന്നിന് നാലാണ്ട് പെങ്ങൾക്ക് ചോറ് കൊടുക്കണ്ടവന്നല്ലേ അല്ലേ? മാത്രം എന്റെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കാൻ വയ്യ. എന്നാലും എന്റെ മോനെ. ചേച്ചി, ഈ കുട്ടികളെങ്കിലും ഇവിടെ നിൽക്കട്ടെ ചേച്ചി. അവരുടെ പഠിത്തം. ഓ, അവരെത്രയൊക്കെ പഠിച്ചാ മതി ബാല. കഴിവില്ലാത്തവരല്ലേ. നടക്കും പിള്ളേരെ. ചന്ദ്രേട്ട, പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും സാരമില്ല ബാല. പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രേട്ടൻ ഏതായാലും അന്തസ്സില്ലാത്തവനല്ലേ. പക്ഷെ ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അവളുടെ ഭർത്താവും കുട്ടികളുമാ. ചേച്ചിയുടെ ഈ ഭർത്താവ് ഇത്രയും കാലം എവിടെയായിരുന്നു? പട്ടാളത്തിൽ 8 സെന്റ് പോയെന്നറിഞ്ഞപ്പോ ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അല്ലേ? വെറുതെ അല്ലേ ഓടത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കത്തെ? മൂക്ക് പല്ലു മുളയ്ക്കുന്നവരെ നീയൊക്കെ ഓടത്തന്നെ ഇരിക്കും. സ്വഭാവതല്ലേ? എന്താ നോക്കിയേക്കണ്? അറിയണ കൂടി ഇനിങ്ങൾ കേട്ടിട്ട് ഒറ്റടി കൂടെ ഓടിയോ കൂടെ കൂടെ വാ. ഇറങ്ങണേ. ബാലേട്ടനോട് അച്ഛന്റെ സ്നേഹപ്രകടനമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അനിത എന്തായി പറയുന്നത്? അല്ലെങ്കിൽ തന്നെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ പറ്റുക? ഓരോ മാസവും സ്വന്തം ചെലവ് തന്നെ ഒപ്പിച്ചുള്ള പാട് എനിക്കറിയാം. അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത്. അച്ഛൻ എറണാകുളത്ത് പോയിട്ട് 4 ദിവസമായി. ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുത്തിരിക്കുകയാണത്രേ. ഈ മാസം ശമ്പളം കിട്ടിയപ്പോ എന്നോട് 1 രൂപ പോലും ചോദിച്ചില്ല. ഏതെങ്കിലും പരിചയക്കാരോ പഴയ സുഹൃത്തുക്കളോ മറ്റോ സഹായിച്ചിരിക്കും. ബാലേട്ടൻ എന്നോട് നുണ പറഞ്ഞതാണെന്ന് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലായാൽ എനിക്ക് വളരെ വിഷമമുണ്ടാവും. അയ്യേ, അതിന് ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ. വരും, നമുക്കൊരു കാപ്പിടിക്കാം. എനിക്ക് വേണ്ട. ബാലേട്ടൻ അച്ഛൻ എത്ര രൂപ കൊടുത്തു? എന്താ ഇത്? ബാലേട്ടന്റെ 8 സെന്റ് സ്ഥലത്ത് വേറെ ആള് പണിയെടുപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കാരണമാണ് ബാലേട്ടൻ എന്റെ അച്ഛനെ പരിചയപ്പെടേണ്ടി വന്നത്. എന്തൊക്കെ പ്ലാനുകളായിരുന്നു. ഇനിയിപ്പോ 2 നിലയുള്ള വീട് എവിടെയാ കെട്ടാൻ പോകുന്നത്? അതൊക്കെ ഞാൻ കെട്ടും. സമരം തീർന്നോ? ഇന്നലെ തീർന്നല്ലോ. കണ്ണേട്ടാ, ഗുഡ് മോർണിംഗ്. യൂണിയനുമായി ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടായി. ബാലിന് വേണ്ടി ഞാൻ വളരെയധികം വാദിച്ചു നോക്കി. ഒടുവിൽ എന്റെ ജോലി പോകുന്ന ഘട്ടം വന്നു. എനിക്കുമുണ്ടല്ലോ ബാല ഒരു കുടുംബം. ഇന്നലെ ബാലേട്ടൻ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അച്ഛൻ വല്ലതും ചോദിച്ചോ? എന്ത് ചോദിക്കാൻ? ബാലേട്ടന്റെ ജോലി പോയി. എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലല്ലോ. ഓഫീസിൽ എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടാവും. അതിക്രമം കാണിച്ചത് ബാലേട്ടനല്ല. ജോലി പോയെങ്കിലും വേറെ ജോലി ശരിയാക്കാം. തൽക്കാലം വല്ല സഹായം വേണമെങ്കിൽ അതും ചെയ്യാം. ബാലേട്ടന് ആരുടെ സഹായം സഹതാപം ഒന്നും വേണ്ട. സ്വന്തമായൊരു വീടുണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. 8 സെന്റ് സ്ഥലം എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അച്ഛൻ മറന്നിട്ടില്ലല്ലോ. എങ്ങനെ നഷ്ടപ്പെട്ടു? അവനെന്ത് പറഞ്ഞു? അച്ഛനൊന്നും അറിയില്ല അല്ലേ? നീ എന്നെ വിസ്തരിക്കാൻ വന്നാണോ? ഓ, വലിയ ഉദ്യോഗസ്ഥയാണല്ലോ. സ്വന്തമായി അധ്വാനിച്ച് സമ്പാദിക്കുന്ന അഹങ്കാരമായിരിക്കും. അനുജേ, നീ ആദ്യപ്പോ അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. അച്ഛൻ അത്ര പെട്ടെന്ന് ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ. പലരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാവും ബാലേട്ടനെ 8 സെന്റ് വാങ്ങിച്ചത്. എന്താ നിന്റെ ഭാവം? അനുജേ, നിന്നോടല്ലേ ആദ്യപ്പോ പറഞ്ഞത്? കുറച്ച് വിഷമമുണ്ടമ്മേ. എല്ലാം അറിഞ്ഞിട്ടും വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാൻ അച്ഛന് തോന്നിയില്ലല്ലോ. അവൻ അന്തസ്സുണ്ടായിരുന്നെങ്കിൽ പരാതി പറയേണ്ടത് നിന്നോടല്ല. അച്ഛന് തെറ്റി. ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല. അച്ഛനും ബാലേട്ടന്റെ മനസ്സ് കാണാൻ ചിലപ്പോ ഈ ജന്മം മതിയെന്ന് വരില്ല. അധികം നീ ആദ്യപ്പോ
ബാലകൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ. ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. ഭർത്താവിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതുപോലെ നോക്കിയും കണ്ടും ഒക്കെ ജീവിച്ചോളൂ. മുത്തശ്ശിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതെന്നോട് പറയണോ മോനെ? ദേവി, ബാലേട്ടൻ സ്റ്റേഷനിലേക്ക് വരണ്ട. അതെന്താ? ഒന്നുമില്ല, ബാലേട്ടൻ വരണ്ട. അതെങ്ങനെയാ? നാരായണൻകുട്ടി കൊല്ലാൻ തോന്നില്ലേ? അവിടെ വെച്ച് യാത്ര ചോദിക്കാൻ എനിക്ക് പറ്റില്ല ബാലേട്ട. ദയവേത് ബാലേട്ടൻ വരരുത്. ഏയ്, എന്താ ഇത്? നീ സന്തോഷിക്കല്ലേ വേണ്ടത്. നാരായണൻകുട്ടിക്ക് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുണ്ട്. ബാലേട്ടന്റെ കല്യാണം രജിസ്റ്റർ ഓഫീസിലൊന്നും വെച്ച് നടത്തിയാ പോരാ, എല്ലാരും അറിയിക്കണം, ആർപ്പാടായിട്ട് നടത്തണം. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? നിന്റെ കല്യാണം ഇങ്ങനെയൊന്നുമല്ല ഞാൻ നടത്താൻ വിചാരിച്ചിരുന്നത്. പക്ഷെ സാധിച്ചില്ല മോളെ. എന്നോട് അതൊക്കെ പ്രത്യേകിച്ച് പറയണോ ബാലേട്ട? സമയായി, ഇറങ്ങട്ടെ. ദേവി, എന്റെ കയ്യില് ഇപ്പൊ ഇതേ ഉള്ളൂ. എനിക്കെന്തിനാ കാശ്? അല്ല, വെച്ചോളൂ. അവിടെ ചെന്നിട്ട് നിനക്കതിന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളില്ലേ? ഇപ്പോ കൺമഷി വാങ്ങിക്കുക, ചാന്ത് വാങ്ങിക്കുക, പൗഡർ വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നാരായണൻകുട്ടി ബുദ്ധിമുട്ടിക്കണ്ട. വാ. ഞാനേ സ്റ്റേഷനിലേക്കില്ല നാരായണൻകുട്ടി. നീ വരണ്ട, വെറുതെ അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ. മോളെ, ഏട്ടനൊരു ജോലി കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്താ മുത്തശ്ശി ഇത്? എനിക്കൊരു ജോലി കിട്ടാനാ പ്രയാസം? ശരി, പൊയ്ക്കോളൂ. ഒക്കെ ദൈവനിശ്ചയമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവന് വേണ്ടി എത്ര പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു, എത്ര ആലോചനകൾ നടത്തിയിരിക്കുന്നു. മുമ്പിലിരുത്തി മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. അമ്മയുടെ മകൻ എന്ന് ഈ വീട്ടിൽ കാലുകുത്തിയോ അന്ന് മുതലേ കേസിനാവട്ടെ മറ്റു കാര്യങ്ങൾക്കാവട്ടെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. ഗണപതിയും ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ വിജയത്തിനും കാരണം ഞാനാണത്രേ. എവിടെ അനിതി? എവിടെ? ചായ അവളോട് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? അവള് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. ഓ, അത് കൊള്ളാം. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ പറഞ്ഞില്ലേ? എല്ലാം ഞാൻ പറഞ്ഞതാ, ചിലപ്പോ ലീവ് കിട്ടി കാണില്ല. ഓ, കിട്ടിയില്ലെങ്കിൽ വേണ്ട നോക്കണം. പഠിച്ച സ്ഥിതിക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ച് അയച്ചതാ. പിള്ളേരോട് ഒച്ച വെച്ച് ശരീരം ക്ഷീണിപ്പിക്കാം, അത്രയേ ഉള്ളൊരു ഗുണം. ഇനിയിപ്പോ റിസൈൻ ചെയ്തോട്ടെ. ഇവന്റെ ഭാര്യ ജോലി ചെയ്തുകൊണ്ട് വരുന്ന കാശിന്റെ ആവശ്യം ഇപ്പൊ ഏതായാലും ഞങ്ങൾക്കില്ല. എന്താ ബാല, തന്റെ ജോലി പോയല്ലേ? ശമ്പളം തരുന്ന മുതലാളിമാരെ ദ്രോഹിക്കാൻ നടന്നാൽ ഇങ്ങനെ ഇരിക്കും. കാപ്പി കഴിക്കൂ. കം. മുഴുവനുമുണ്ട്. കണ്ടു പറഞ്ഞവനോടെ കടം കൊള്ളാവൂ എന്ന് പറയാറുണ്ട്. എനിക്ക് അബദ്ധം പറ്റിയതാ. എന്തബദ്ധം? ബാലോട് ഞാൻ കടം വാങ്ങിയില്ലേ, അത് തന്നെ അബദ്ധം. എന്റെ മകൾ എന്നോട് വഴക്കിന് വന്നു. ഞാൻ അനിതയോടൊന്നും പറഞ്ഞില്ല. വിശദീകരണം വേണ്ട. ഞാൻ ചോദിച്ചില്ലല്ലോ. എന്നായാലും തരാൻ ബാധ്യസ്ഥനാണ് ഞാൻ. എത്രയും വേഗം കടങ്ങളൊക്കെ തീരുന്നതാണ് നല്ലത്. ദാ. അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല അമ്മേ. ബാല, അനിതയ്ക്ക് ചില നല്ല ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ഒക്കെ ഈശ്വരാനുഗ്രഹം.
ബാലൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നും പോയിരുന്നാൽ ആളുകൾ അതും ഇതൊക്കെ പറയാൻ തുടങ്ങും. അമ്മേ, സ്വന്തം മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടണമെന്ന് ഏതൊരു അമ്മയും ആഗ്രഹിക്കില്ലേ ബാല? ഞാൻ ഇനി ഇവിടെ വരില്ലമ്മേ. എനിക്ക് എന്റെ രൂപ കിട്ടിയില്ലേ, നിങ്ങൾ എന്റെ കടം തീർത്തില്ലേ, ഇനി ഞാൻ എന്തിനാ ഇവിടെ വരുന്നത് അല്ലേ? ശരി. ബാലന്റെ ജോലി പോയവരറിഞ്ഞു. വിഷമിക്കണ്ട, എറണാകുളത്തൊക്കെ നല്ല പിടിപാടാണത്രേ വക്കീലിന്. ഈ ബന്ധം ശരിയായാൽ വക്കീലിനോട് പറഞ്ഞ് നിനക്ക് നല്ലൊരു ജോലി മേടിച്ചു തരാം. ബാലേട്ടൻ എപ്പോ വന്നു? പോവാണോ? സ്കൂൾ വിട്ട് വരുന്ന വഴിയിലൊക്കെ ഞാൻ ബാലേട്ടനെ നോക്കി. ആ വരുന്നേ, ഞാൻ ചായ ഉണ്ടാക്കി തരാം. രൂപ കിട്ടി, എല്ലാ കടങ്ങളും തീർന്നെന്ന് അച്ഛൻ പറയുകയും ചെയ്തു. ഞാൻ പോന്നു. നിക്കു ബാലേട്ടാ. അല്ലേ? രാമകൃഷ്ണന്റെ അമ്മ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ എന്താമ്മ ഉണ്ടായത്? ആ നീ വരാൻ വയ്യേന്ന് അച്ഛൻ വഴക്ക് പറയായിരുന്നു. ബാലേട്ടനും അച്ഛനും തമ്മിൽ ഇവിടെ എന്തുണ്ടായെന്നാ ചോദിച്ചത്. ഇവിടെ എന്തുണ്ടാവും? ആ കട വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തു, അത്ര തന്നെ. എടേ, ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. രാമകൃഷ്ണൻ അമ്മയ്ക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക? ഒന്ന് മിണ്ടാൻ വരും പയ്യ നിനക്ക്. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. 700 രൂപ ശമ്പളം വാങ്ങിക്കും. നിനക്ക് എന്താ ഇത്ര അഹങ്കരിക്കാൻ? എനിക്ക് ശമ്പളം ഒത്തിരി കുറവാണേലും പണക്കാരനായ അച്ഛന്റെ മോളല്ലേ ഞാനിപ്പോ. നീ അധികം സംസാരിക്കണ്ട. ചെല്ല്, രാമകൃഷ്ണൻ അമ്മയെടുത്ത് ചെല്ല്. ഒരു കൃഷ്ണന്റെ അമ്മ എനിക്കിപ്പോ കാണണ്ട. അനിതേ, കുറച്ച് കൂടുതൽ ധിക്കാരം. പണം ഇല്ലാതിരുന്നപ്പോ നിങ്ങൾക്ക് മനുഷ്യരെ കണ്ട തിരിച്ചറിയുമായിരുന്നു. ബാലേട്ടനെ വേദനിപ്പിച്ചതിന് ദൈവം ശിക്ഷിക്കു വെച്ചാ. ഏതാടി ഈ ബാലേട്ടൻ? നിന്റെ ആരാവൻ? ജോലിയും കൂലിയില്ലാത്ത അവനുമായിട്ട് നിനക്കെന്താടി കാര്യം? എന്നു മുതലാ ബാലേട്ടൻ ഒന്നിനും കൊള്ളാത്തവനായത്? ഏ, ഒന്നും പറയണ്ട. നിന്നെ കൊണ്ട് ഇത്രയും പറയിക്കാനാക്കിയ ഞാനാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്.